പ്രിയമുള്ളവരെ, വചനജ്വാല 1647 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മാർച്ച് 5 വ്യാഴാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മളിന്ന് 50 നോമ്പ് 18 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചന വായനയിൽ ജെറമിയായുടെ പുസ്തകം 24 അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ഇന്ന് ശ്രവിക്കുക. 2 കുട്ട അത്തിപ്പഴം. ബാബിലോൺ രാജാവായ നബുക്കദ്നേസർ യഹോയാക്കീമിന്റെ മകനും യൂദാ രാജാവുമായ യെക്കോണിയായെയും യൂദയായിലെ പ്രഭുക്കന്മാരെയും ശില്പികളെയും ലോഹപ്പണിക്കാരെയും ജെറൂസലേമിൽ നിന്ന് ബാബിലോണിലേക്ക് നാടു കടത്തിയതിന് ശേഷം കർത്താവ് എനിക്ക് ഒരു ദർശനം നൽകി. ഇതാ, ദേവാലയത്തിന്റെ മുൻപിൽ 2 കുട്ട അത്തിപ്പഴം. ഒരു കുട്ടയിൽ ആദ്യം മൂത്തു പഴുത്ത മേൽത്തരം അത്തിപ്പഴം, മറ്റേ കുട്ടയിൽ തിന്നാൻ കൊള്ളാത്ത വിധം ചീത്തയായ പഴവും. കർത്താവ് എന്നോട് ചോദിച്ചു, ജെറമിയ, നീ എന്ത് കാണുന്നു? ഞാൻ പറഞ്ഞു, അത്തിപ്പഴങ്ങൾ. വളരെ നല്ലത്, മോശമായത്, തിന്നാൻ കൊള്ളാത്ത വിധം വളരെ മോശം. അപ്പോൾ കർത്താവ് എന്നോട് അരുളി ചെയ്തു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ഇവിടെ നിന്ന് കൽദായരുടെ നാട്ടിലേക്ക് അടിമകളായി അയച്ച യൂദാ നിവാസികളെ ഈ നല്ല അത്തിപ്പഴത്തെ പോലെ നല്ലവരായി കരുതും. ഞാൻ അവരെ കടാക്ഷിച്ച് അവർക്ക് നന്മ വരുത്തും. ഈ ദേശത്തേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്യും. ഞാൻ അവരെ പണിതുയർത്തും, നശിപ്പിക്കുകയില്ല. ഞാൻ അവരെ നടും, പിഴുതുകളയുകയില്ല. ഞാനാണ് കർത്താവ് എന്ന് ഗ്രഹിക്കുന്നതിനായി ഞാൻ അവർക്ക് ഹൃദയം നൽകും. അവർ എൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും. അവർ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരും. എന്നാൽ യൂദയായിലെ രാജാവായ സെദക്കിയായെയും അവന്റെ പ്രഭുക്കന്മാരെയും ഈ ദേശത്ത് അവശേഷിക്കുകയോ ഈജിപ്തിൽ പോയി പാർക്കുകയോ ചെയ്യുന്ന ജെറൂസലേംകാരെയും തിന്നാൻ കൊള്ളാത്ത വിധം ചീത്തയായ അത്തിപ്പഴം പോലെ ഞാൻ ഉപേക്ഷിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും അവർ ബീഭത്സവസ്തുവായിരിക്കും. ഞാൻ അവരെ ചിതറിച്ച് എല്ലായിടത്തും അവർ അവജ്ഞയ്ക്കും പഴമൊഴിക്കും അവഹേളനത്തിനും ശാപത്തിനും പാത്രവും ആയിരിക്കും. അവർക്ക് അവരുടെ പിതാക്കന്മാർക്കും നൽകിയ ദേശത്ത് നിന്ന് അവർ നിശേഷം നശിപ്പിക്കപ്പെടുന്നതുവരെ അവരുടെ മേൽ വാളും ക്ഷാമവും പകർച്ചവ്യാധിയും ഞാൻ അയക്കും. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് രക്തസാക്ഷിയായ വിശുദ്ധ അഡ്രിയാനെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ മതമർദ്ദന നാളുകളിൽ പാലസ്തീനായിലെ ഗവർണർ രക്തക്കൊതിയനായ ഫീർമീലിയനായിരുന്നു. അക്കാലത്ത്
മഗാൻസിയായിൽ നിന്ന് അഡ്രിയാൻ, എവൂബുളൂസ് തുടങ്ങിയ കുറെ പേർ കേസറിയായിലെ വിശുദ്ധരെ വണങ്ങാൻ പുറപ്പെടുകയുണ്ടായി. നഗരവാതിക്കൽ എത്തിയപ്പോൾ അവരുടെ യാത്രാ ലക്ഷ്യം സംബന്ധിച്ച് ചോദ്യമുണ്ടായി. അവർ ഒന്നും മറച്ചു വച്ചില്ല. തൽക്ഷണം അവരെ പ്രസിഡന്റിന്റെ അടുക്കലേക്ക് ആനയിക്കുകയും അവരെ മർദ്ദിക്കുവാൻ അദ്ദേഹം ആജ്ഞാപിക്കുകയും ചെയ്തു. ഇരുമ്പ് കൊളുത്തുകൾ കൊണ്ട് ഉദരം കീറിയ ശേഷം വന്യമൃഗങ്ങൾക്ക് അവരെ ഇരയായി കൊടുക്കുകയാണ് ചെയ്തത്. രണ്ടാം ദിവസം കേസറിയായിൽ ഒരു ഉത്സവം ഉണ്ടായിരുന്നു. അന്ന് അഡ്രിയാനെ ഒരു സിംഹത്തിനെ ഇട്ടുകൊടുത്തു. സിംഹം സ്വൽപ്പം കടിച്ചു കീറിയതല്ലാതെ കൊന്നില്ല. തന്നിമിത്തം അവർ ഒരു വാളുകൊണ്ട് അഡ്രിയാനെ വധിച്ചു. എവൂബുളുസ് വിഗ്രഹങ്ങളെ ആരാധിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ സ്വതന്ത്രനാക്കാമെന്ന് ഗവർണർ പറഞ്ഞു. ഗവർണറുടെ ഈ കാരുണ്യം സ്വീകരിക്കാതെ അദ്ദേഹം മഹത്വ കിരീടം തന്നെ ആശ്ലേഷിച്ചു. പ്രിയമുള്ളവരെ, ക്രിസ്തുവിന്റെ പിന്നാലെ കുരിശു വഹിച്ച് നാം പോകണം. അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്ന പേരിന് അർഹതയില്ല. അവിടുത്തെ മഹത്വത്തിൽ ഓഹരിക്കാരാക്കണമെങ്കിൽ അവിടുത്തെ സഹനത്തിൽ നാം പങ്കുകാരാകുക തന്നെ വേണം. തൻ്റെ മാതൃക വഴി ക്രിസ്തു കാണിച്ചു തന്നിരിക്കുന്ന മാർഗമല്ലാതെ വേറൊരു മാർഗം സ്വർഗത്തിലേക്കില്ല. ക്ലേശങ്ങളെയും രോഗങ്ങളെയും വേദനകളെയും നാം എങ്ങനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് പരിശോധിച്ച് നമ്മുടെ ജീവിതം നമുക്ക് ക്രമീകരിക്കാം. എല്ലാവർക്കും നല്ല ഒരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.